അങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ഏറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം പരിശ്രമത്തിന് ശേഷം ലച്ചൂങ്ങിൽ നിന്ന് ഞങ്ങളങ്ങനെ ലാച്ചനിലെത്തിയായിരുന്നു. ഗുരുഡോമർ ലേക്കിലേക്ക് എങ്ങനെ പോകണമെന്ന് കൺഫ്യൂഷൻ അടിച്ചു നിന്നപ്പോഴാണ് ഈ പങ്ചർ കഥ ഉണ്ടായത്. അങ്ങനെ നമ്മൾ ലച്ചൻ മൊണാസ്ട്രിയിൽ എത്തിയിട്ടുണ്ട്. ലാച്ചണിലെത്തിയ ദിവസം ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു മൊണാസ്ട്രി കാണാനായിട്ട് ഇറങ്ങി. നേരം തെറ്റി വന്നുകൊണ്ട് തന്നെ മൊണാസ്ട്രി ക്ലോസ്ഡ് ആയിരുന്നു. മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിലേക്കാണ് പോയത്. ഇറങ്ങിയായിരുന്നു വൈകുന്നേരം. അപ്പോഴാണ് ഇവരെ വണ്ടി ഇങ്ങനെ തള്ളി. ഇവിടെ കുറച്ച് ആർമിക്കാരുണ്ടായിരുന്നു. അവരോട് ഇങ്ങനെ കാര്യം എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോഴേ നമുക്ക് തോന്നി എന്തോ പന്തികേട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്താ പഞ്ചറാണോ ചോദിച്ചു. അങ്ങനെ ഇതാ ഇവിടെ വന്നിട്ട് നമ്മളെ കയ്യിലുള്ള ടൂൾസൊക്കെ എടുത്തു. എടുത്തതാ വർക്ക്ഷോപ്പിലെ ഒന്നത്താട്ടൻ way also we had to stop like several times to get the oxygen. And you wouldn't have any vegetation there. tyre നമ്മൾ അഴിച്ചു. പിന്നെ ടയറിൻ്റെ ഉള്ളിൽ നിന്ന് ട്യൂബ് എടുത്തു. കുറേ കഷ്ടപ്പെട്ട് ട്യൂബ് എടുക്കാണ്. So you guys came today and went directly to Guddamoon? കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചിട്ടാണ് ഞാനിത് നമ്മൾ വീഡിയോ എടുക്കാണ്ടിരുന്നത്. പക്ഷെ അവർ തന്നെ പറഞ്ഞ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. ജാർഖണ്ഡിൽ നിന്ന് റൈഡ് ചെയ്ത് വന്നതായിരുന്നു ഇവർ. ലാച്ചനിലെത്തി പിറ്റേന്ന് തന്നെ നേരെ ഗുരുഡോമർ ലേക്കിലേക്ക് പോവുകയായിരുന്നു. ബോഡി കറക്റ്റായിട്ട് അക്ലമറ്റൈസ് ചെയ്യാണ്ട് പോയതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല തലവേദനയും പിന്നെ കണ്ണിൽ ഇരട്ട് കീറലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവർ ലേക്കിന് മുന്നേ ഉള്ള ആർമി ക്യാമ്പിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത ഓക്സിജൻ യൂസ് ചെയ്തതിന് ശേഷമാണ് റീകവർ ആയത്. അതിനുശേഷം അവർ ലേക്കിലൊന്നും പോകാണ്ട് തിരിച്ചു പോകും. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ലാച്ചിനെത്തുന്നതിൻ്റെ ഒരു 10 കിലോമീറ്റർ മുന്നേ അവരുടെ മുന്നിലെ ടയർ പഞ്ചറാവുകയും ചെയ്തു. ഇതെല്ലാം കേട്ട് ഞങ്ങൾക്ക് ടെൻഷനായി. അത് തിരിച്ചിട്ടാണ്. ലാച്ചൻ ഒരു ചെറിയ ഹിമാലയൻ ഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ പഞ്ചറൊട്ടിക്കാനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. ലാച്ചനിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ പോകണം ഒരു മെക്കാനിക്കിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ. അതും മാങ്കനിലാണ്. പണ്ട് പഞ്ചർ കടയിൽ പോയിട്ട് പഞ്ചറൊട്ടിക്കാൻ പഠിച്ചതും പഞ്ചർ കിറ്റൊക്കെ വാങ്ങി വെച്ചതെല്ലാം ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് ഈ അവസരത്തിലായിരുന്നു. അങ്ങനെ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു. പഞ്ചറൊട്ടിച്ച് ട്യൂബ് തിരിച്ചിട്ടപ്പോൾ ടൂള് തട്ടി ട്യൂബ് വീണ്ടും പഞ്ചറായി. പഞ്ചർ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണത്. വളരെ കഷ്ടപ്പെട്ട് ഏറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം പരിശ്രമത്തിന് ശേഷം അത് ഫിക്സ് ചെയ്തു. സോ ഇത്തവണ നമ്മൾ ടൂൾസ് ഇല്ലാണ്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഫിക്സ് ചെയ്യാനാണ് നോക്കുന്നത്. What is this? That's a spacer, I think. Here, na? Oh, yeah. Oh. You have to open it again? Yeah. Okay. A little. Okay. That's enough. Then we can. Okay. You need to push that. One second. No. Okay. The spacer is down. Oh shit. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടുനിന്ന ശ്രമം വിജയം കണ്ടു. ഒരു ടീം മുഴുവൻ ഒരു കാര്യത്തിനായി പ്രവർത്തിക്കുമ്പോൾ അത് സക്സസ് ആവുന്നുള്ളതിൻ്റെ ഒരു മികച്ച ഉദാഹരണമായിരുന്നു ഇത്. പഞ്ചർ ഫിക്സ് ചെയ്യാനുള്ളതിൻ്റെ വളരെ ബേസിക്സ് മാത്രമേ ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മളത് ഫിക്സ് ചെയ്തു.
ഇപ്പോൾ നമ്മളിത് പോകാൻ വേണ്ടിയിട്ട് റെഡി ചെയ്തായിരുന്നു. പക്ഷെ നല്ല മഴക്കാറും കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു. നമ്മൾ വണ്ടിയിലൊക്കെ ആക്ച്വലി ബൈക്കിൽ പോകാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കി ഈ ഫുള്ള് ബാഗൊക്കെ നമ്മൾ ബൈക്കിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ പുറത്ത് വെതർ ഭയങ്കര മോശം, മഴയ്ക്കുള്ള നല്ല ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കോലത്തിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടും തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട്. ഇന്നലെ തന്നെ നമ്മൾ വണ്ടി നന്നാക്കി കൊടുത്തല്ലോ 2 പേർക്ക്. അവർ തന്നെ പറഞ്ഞത് അവർക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് ട്രാവൽ ചെയ്തിട്ട് നമുക്ക് ഗുരുഡോമറിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാന്. ഗുരുഡോമർ ലേക്ക്. അപ്പോൾ ലേക്ക് കിടക്കുന്നത് ഇതിലൂടെ ട്രാവൽ ചെയ്തിട്ട് ആദ്യം യത്താങ് വാലി എത്തി അവിടുന്ന് തങ്കു വാലിയിൽ എത്തണം. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് കറങ്ങി തിരിഞ്ഞ് പിന്നെ ഇവിടുന്ന് ഒരു ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തണം. ഇവിടെയാണ് നമ്മുടെ ലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് സിക്കിമിൻ്റെ ബോർഡർ. ഇതിൻ്റെ അപ്പുറത്ത് ചൈനയാണ്. ഗ്യാപ്പോൻ്റെ ബ്രദറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വരും ബ്രദർ വരും, ഡ്രൈവ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. ഗ്യാപ്പോയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. എങ്ങനെയെങ്കിലും അവിടെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി തോന്നി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്തു. അതാണ് കാരണം ചാൻസ് ഉണ്ട്. കാരണം ഞാൻ നാട്ടിലെത്തിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരുമാതിരിയായിരുന്നു. അത് വെറും 14,000 ആയിരുന്നുള്ളൂ. അഥവാ അവിടെ പോയി നമ്മൾ കണ്ടു കഴിഞ്ഞു, പക്ഷേ ഇറങ്ങുന്ന സമയത്ത് അതാണ് അത് ഭയങ്കര റിസ്ക്കുള്ള ഏരിയ ആണ്. അപ്പോൾ എന്താ പറയുക, അത്ര ഈസി ആയിട്ട് പോയി വരാൻ പറ്റില്ല, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ ക്യാബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ അടുത്താണ്, ഇവിടുന്ന് 50 കിലോമീറ്റർ എന്തോ ഉള്ളൂ ശരിക്കും. പക്ഷെ 50 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന 9,000 ഫീറ്റിലാണ്. അതൊന്ന് നേരെ 17,000ലേക്കാണ് പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഭയങ്കര കുറവാണ്. ഒറ്റയടിക്ക് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. പുള്ളി തന്നെ പുള്ളി നമ്മളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യരുത്, ബൈക്കിന് പോകുന്നത്. അതാണ് അങ്ങനെ നമ്മൾ ടാക്സിയിൽ കയറിയിട്ടുണ്ട്, നമ്മൾ വണ്ടി വന്നിട്ടുണ്ട്. അതെ, വിത്ത് ഫുൾ കേസ് ഹെൽമെറ്റിൻ്റെ കൂടെ പറയാനുണ്ട്. ഒരാളും കൂടെ ഉണ്ട്, പുള്ളി വഴിയിലിറങ്ങാനാണ്. അപ്പം നമ്മളങ്ങനെ പോവാണ്. വഴിയിൽ ചെറിയൊരു സ്റ്റോപ്പ് അടിച്ചു. നമ്മൾ രാവിലെ പെട്ടെന്നാണ് ടാക്സി അറേഞ്ച് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇത് എവിടെ ഇരുന്നിട്ടാണ് പെട്രോള് വഴിയിൽ നിന്ന് ഇത് ഫില്ല് ചെയ്യുന്നത്. നല്ലൊരു ലൊക്കേഷനാണ്. നമ്മളിത് തെങ്കു വാലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തെങ്കു വാലി ഏകദേശം 40,000 ഫീറ്റിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗുരുഡോമറിലെത്താൻ. അപ്പോൾ തെങ്കു വാലി ഏകദേശം മിഡിലാണ് കേട്ടോ. പെട്രോളൊക്കെ നിറച്ച് ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ തെങ്കുവാലി ലക്ഷ്യമാക്കി പോയി. തെങ്കുവാലിയിൽ എത്തിയിട്ടുണ്ട്. തെങ്കുവാലിയിൽ ഇറങ്ങിയിട്ടൊരു ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഫുൾ ആർമി ഏരിയ ആണ്. നമുക്ക് താഴത്തുനിന്നൊന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര ഭംഗിയാട്ടോ, പക്ഷെ നല്ല തണുക്കുന്നുണ്ട്. ചായ കിട്ടി, നമ്മളിതിനകത്തിരിക്കുകയാണ്. നമ്മൾ കുറേ ദൂരം ഒരു മിലിറ്ററി ഏരിയ കൂടെ വന്നത്. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഫുൾ ഓഫ് റോഡായിരുന്നു. മിലിറ്ററി ഏരിയ ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും എടുത്തില്ലായിരുന്നു. മുകളിലേക്ക് പോകുന്തോറും പുറത്തുള്ള കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെജിറ്റേഷൻസ് നല്ലപോലെ കുറയുന്നുണ്ടായിരുന്നു. വരണ്ട് കിടക്കുന്ന മഞ്ഞു മൂടിയ മലകൾ കാണാൻ തുടങ്ങി. ദൂരെ മഞ്ഞ് കാണുന്നുണ്ട്, ഫുൾ മഞ്ഞ് മേലെ. 17,000 അടി മുകളിലെത്തിയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങി. പുറത്ത് ഓക്സിജന്റെ അളവ് വളരെ കുറവാണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മെയിൻ റോഡിൽ നിന്ന് ഞങ്ങൾ നേരെ ഒരു ഓഫ് റോഡിലേക്ക് കയറി. ഇത് നേരെ ചെന്നെത്തുന്നത് ഗുരുഡോമർ ലേക്കിലേക്കാണ്.